ഞാനിങ്ങനെ പറയാറുണ്ടേ, മനസ്സമാധാനമില്ല. എല്ലാവരും കൂടെ എൻ്റെ മനസ്സമാധാനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചു, എന്തൊരു മണ്ടത്തരാണ് ഞാൻ ഈ പറയണത്. നമ്മുടെ കയ്യിലല്ലേ നമ്മുടെ സമാധാനം വേണ്ടത്. വല്ലവർക്കും പറ്റുമോ നമ്മുടെ സമാധാനം കളയാനായിട്ട്? പറ്റണത് എപ്പോഴാണ്? നമ്മൾ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോഴാണ്. നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉദിക്കുക. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൻ്റെ അകത്തേക്ക് പ്രശ്നക്കാരെ കടത്തി വിടുമ്പോഴാണ് നമ്മളുടെ മനസ്സിന് സമാധാനം പോവുക. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിച്ചപ്പോൾ ശരിക്കും മണ്ടത്തരല്ലോ ഞാൻ ഈ പറയണമെന്നൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിലേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾക്ക് വിഷമങ്ങൾ തരുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് പരമാവധി നമ്മൾ പോവാതെ ഒഴിഞ്ഞു മാറാം. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി അതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില ചെടികളെയൊക്കെ നല്ല ചെടികളായിരിക്കും, നല്ല പൂക്കളുള്ള ചെടികളായിരിക്കും, പുഴുക്കൾ കയറി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാം. നമ്മളുടെ ആ ഒരു സന്തോഷം, സമാധാനം എപ്പോഴും നമ്മുടെ കൈകളിൽ സുരക്ഷിതമാക്കി വെക്കാം. അതുപോലെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പിന്നിൽ നിന്ന് നമ്മളെ കുത്തുന്ന് കാണുമ്പോൾ അവിടെ നമ്മളൊരു അകലം പാലിക്കുക. അതിനൊന്നും നമ്മൾ മടി വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, എപ്പോഴും നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണവരുണ്ടാവും എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊന്നും നമ്മളുടെ ലൈഫിൽ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് കണ്ട വേണ്ടെന്നേ, അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് വേണ്ട. അതുപോലെ എപ്പോഴും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് പോവാതിരിക്കുക. ഈ വേദനിപ്പിക്കണവരും ഒക്കെ ഈ നെഗറ്റീവ് സൈഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ കൂടുതൽ സംസാരിക്കണത് കണ്ട നമ്മളെപ്പോഴും ഒന്ന് വലിയ അവിടെ നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ മാത്രം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവാം. നമുക്ക് പറ്റാത്ത ബന്ധങ്ങളാണ് നമ്മളെ വിഷമിപ്പിക്കണോ അല്ലെങ്കിൽ നമ്മൾക്ക് സമയക്കുറവ്, പിന്നെ അവർക്ക് നമ്മളൊരു വിഷമാവാതെ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളെക്കൊണ്ട് മറ്റുള്ള ഒരാൾക്ക് വിഷമം വരുന്നു എന്ന് കാണുമ്പോഴും അയാളുടെ സമാധാനം നോക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടല്ലേ അത്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഒരു സുഖമല്ലാത്ത പാത കണ്ട അവിടെയൊക്കെ ഒരു നോ പറയാം. നമ്മളെ മനസ്സുകൊണ്ട് നോ പറയാം. നമുക്ക് മനസ്സുകൊണ്ട് തൃപ്തിയുള്ള സ്ഥലങ്ങൾ മാത്രം നമ്മൾ ആ റിലേഷൻ കൊണ്ടുപോകാനും ആ ബന്ധം നിലനിർത്താനും നോക്കാം. പിന്നെന്താ പറയുക, നമ്മളെപ്പോഴും എന്താ ചെയ്യുക, ഒരു ബന്ധം, ഒരു റിലേഷൻ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും ശരി നമ്മൾ പറയില്ലാനോ എന്ന്. അപ്പോഴാണ് നമ്മുടെ സമാധാനം അവരുടെ കയ്യിലാവുക. അതേസമയം നമ്മൾ പറയാണ് നോ എന്നൊരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കണം. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, പറ്റില്ല എന്ന് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല സമാധാനം ഉണ്ടാവും. അതേസമയം ഈ വേണ്ടാത്ത കാര്യം എടുത്ത് തലയിൽ വെച്ച് മനസ്സുകൊണ്ട് ഇഷ്ടമില്ല എന്നാൽ നമ്മളത് ചെയ്യേണ്ടിയും വരും. അങ്ങനെ ഒരു നിർബന്ധിതരാകുമ്പോൾ ശരിക്കും സമാധാനം നമ്മളായിട്ട് തന്നെയല്ലേ കളയണത്. നമുക്ക് വേണ്ടാത്ത കാര്യം നമ്മളെടുത്ത് വെച്ചതുകൊണ്ടല്ലേ എന്തിനെ പരിപാടിക്കണത്. വേണ്ടെന്നേ. നമ്മുടെ മനസ്സിന് തൃപ്തിയില്ലാത്ത, സന്തോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മുതിരണ്ട. നമുക്ക് വേണ്ട, അങ്ങനെ റിലേഷൻ വേണ്ട. നമുക്ക് തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ, മനസ്സുകൊണ്ടൊരു സുഖം, സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് പറ്റാത്ത ബന്ധങ്ങളാണ്, നമ്മുടെ വീടുമായിട്ട് നിലനിന്ന് പോകാത്ത ബന്ധങ്ങളാണെങ്കിൽ അവിടെയും നമ്മൾ നോ കാണിക്കുക, നോ പറയാം. അതിനൊന്നും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മളുടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും ആ ഫാമിലിയുടെ സന്തോഷമാണ് നമ്മളെ ലൈഫിൽ എന്നും കരുത്തായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം എന്തിനു വെറുതെ അവരുടെ കൈ കൊടുക്കണം. അപ്പോൾ അവിടെ നോ പറയുമ്പോൾ നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കും.